Hi, everybody. Very morning, very morning, very morning, very morning. Happy day. വെരി ഹാപ്പി ഡേ. ഒന്ന് പുറത്ത് പോകണം, അതിനായിട്ട് ഇറങ്ങിയതാണ്. പനി കുറവുണ്ട്, മേല് കഴുകി. നമ്മളൊരു വൃത്തികെട്ട സ്വഭാവമാണല്ലോ കുളി, അത് കഴിഞ്ഞു. പിന്നെ ഞാൻ പൊതുവേ രാവിലെ അങ്ങനെ ഫുഡ് അങ്ങനെ അധികം കഴിക്കാറില്ല. ഡയറ്റിംഗ് ഒന്നുമല്ല, എന്തോ വേണ്ട, ഡയറ്റിംഗ് ഒന്നുമല്ല, ഒരു കോൺഷ്യസ് അല്ല ഒന്നിലും. അപ്പോൾ പൊതുവെ ജോലിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പുട്ട്, 2 കഷ്ണം പുട്ട്. കൃഷ്ണേട്ടൻ്റെ 2 കഷ്ണം പുട്ട്. ഇത് വരുന്നില്ല, എന്താണ് പ്രാസം ഒപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൃഷ്ണേട്ടൻ്റെ അടുത്ത് നിന്ന് 2 കഷ്ണം പുട്ടാണ് ഡെയിലിയിലെ ആഹാരം, അധികം. അപ്പോൾ ഇന്ന് വീട്ടിലാണല്ലോ, അപ്പം ഞാൻ കുറച്ച് ഉണങ്ങിയ മുന്തിരിങ്ങ വെറുതെ ഇതിങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഹെൽത്ത് നോക്കണം, എൻജോയ് ചെയ്യണം, പോരാടണം, ഫൈറ്റ് ചെയ്യണം. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്താൽ ജയിക്കും വേണം, മസ്റ്റാണ്. അപ്പം എൻ്റെ ഭാഗം ക്ലിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ സോറി പറയാൻ തയ്യാറാണ്. അതുകൊണ്ട് ഫൈറ്റിങ്ങിലേക്കാണ് ഇനി, ഫ്രീ ആണ്. അപ്പോൾ കുറച്ചും കൂടി ഗ്ലാമറൊക്കെ വേണം. ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, കിട്ടാത്ത മുന്തിരിങ്ങ പൊടിക്കുന്നു, കുറച്ച് പൊടിയുണ്ട്. പിന്നെ നമുക്ക് തിന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് എപ്പോഴും നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരു മൂഡ് വേണം, തളരരുത്. സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, പരിഭവങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, സ്ട്രെയിൻ ഉണ്ടാവും. അത് മനുഷ്യ സഹജമാണ്. അത് നമ്മളില്ല എന്ന് പറഞ്ഞിട്ട് ആളാവുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ തളരാൻ പാടില്ലല്ലോ, അലിഗേഷൻസ് അംഗീകരിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ളൊരു പോക്കിലാണ് ഞാനുള്ളത്. പിന്നെ പലരും ചോദിക്കുന്നതിൻ്റെ ഒരു ആൻസർ അത് എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ എന്നോട് ചോദിക്കുമല്ലോ. അപ്പോൾ ഇനിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ കേൾക്കാൻ ഓപ്പോസിറ്റുള്ള ആൾ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാം. നമ്മളൊരാളടുത്ത് 2-3 പ്രാവശ്യം ഒരു കാര്യമായിട്ട് നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് എന്തിനാണ് വന്നത്, അതൊരു ലേഡീൻ്റെ അടുത്ത് നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നത്, അല്ലെങ്കിൽ ആ സമയം അവർക്ക് തിരക്കായിരിക്കാം, പിന്നീട് ചോദിക്കാം, ജസ്റ്റ് ഒരു വോയിസ് ഇടാം, അല്ലെങ്കിൽ ഹായ് ഇടാം. ഇല്ല, രണ്ടാമത് പോയി, ഇല്ല, മൂന്നാമത് പോയി, ഇല്ല. എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ഒരിക്കലേ പോവാറുള്ളൂ എന്തെങ്കിലും പറയാൻ. രണ്ടാമതായി അങ്ങനെ പോകുന്നില്ല, എനിക്കിഷ്ടമല്ല അത് എത്ര ഉന്നതിയിലുള്ള ആളായാലും, എത്ര ചന്തിയുള്ള ആളായാലും, എത്ര ബ്രസ്റ്റുള്ള ആളായാലും, എത്ര ഹൈ പൊസിഷനിലിരിക്കുന്ന ആളായാലും നമ്മൾ പിറകെ പോവില്ല. ഇതൊന്നും കണ്ടിട്ട് പിറകെ പോവില്ല. അതേപോലെ ഒരാൾ ഇൻസൈഡാക്കി കുട്ടപ്പനായി ഞാൻ ഭയങ്കരാണെന്ന് പറഞ്ഞ് നടന്ന് കിട്ടാത്തതൊക്കെ പിടിച്ചെടുത്തിരിക്കുക, ഞാനാണിതൊക്കെ, ഈ സംവിധാനങ്ങളെല്ലാം കണ്ടുപിടിച്ചത് ഞാനാണെന്ന് പറയുമ്പം അവൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ക്ഷമിക്കൂ, സഹിക്കൂ എന്നൊന്നും പറയാനൊന്നും, ഇത് രക്ഷപ്പെടുത്തൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറയാനൊന്നും എന്നെ കിട്ടില്ല. അപ്പോൾ ആ ഒരു ഫൈറ്റിങ്ങിലാണ് ഞാനുള്ളത്. പിന്നെ അലിഗേഷൻസ് ആർക്കെതിരെ ഉണ്ടാക്കാം, അലിഗേഷൻസ് ക്ലിയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കിട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അലിഗേഷൻസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഒരുപാട് പരിമിതിയൊന്നും എനിക്ക് ഈ കാര്യത്തിൽ ഇല്ല, ഒരു പരിമിതിയില്ല. ഐ ആം സോ ഹാപ്പി ആൻഡ് ഫ്രീ. ഇപ്പം ഭയങ്കരമായിട്ട് മൈൻഡ് ഫ്രീ ആയിട്ടുണ്ട്. ഒരു 2-3 ദിവസമായിട്ട് ഭയങ്കര ഇത് എന്താ പറയുക, ഈ നമുക്കിങ്ങനെ വൃത്തികെട്ട മുഖങ്ങൾ കാണാം, വൃത്തികെട്ട കൾച്ചറൽ ആൾക്കാർ നമ്മൾ രാവിലെ തന്നെ കാണാം. പിന്നെ കുറേ ഗൂഢാലോചന ഇങ്ങനെ 2-3 ആളും അവിടെ ഇരുന്ന് പറയുന്നത് കേൾക്കുക. പിന്നെ നമ്മളെ കാണുമ്പോൾ പറഞ്ഞ് ചിരിക്കുക. ഒരു തരം
പിന്നെ നമ്മളോട് നിങ്ങളെ കൂടെ കിടക്കാനുണ്ട്, പക്ഷേ എന്നിട്ട് പിറകുന്ന് ആ പരിപാടിയിലെ ടീമിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ കാണാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് അവരുടെ അടുത്ത് പോവാം എന്ന് പറയുന്ന കുറച്ച് ടീമുണ്ട്. അവരെയും കാണണ്ട. അപ്പോൾ ഐ ആം സോ ഹാപ്പി. പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും നമുക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ക്ലിയർ ചെയ്ത് പോകണം. അത് എന്തായാലും അത് ഞാൻ ക്ലിയർ ചെയ്യണം, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ക്ലിയർ ചെയ്യേണ്ടത് അവർ ചെയ്യണം. അത് ഞാൻ ഉറച്ച് അങ്ങനെ ഒരു ഉറച്ച് തീരുമാനമുള്ള ആളാണ് ഞാൻ. പിന്നെ അടുത്തത് പിന്നെ അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്കും എൻ്റെ യൂട്യൂബ് കാണുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഏതൊക്കെ വഴി താണ്ടിയിട്ടാണ് ഇവിടെ എത്തിയതെന്നും എന്താണിപ്പം ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളെന്നെല്ലാം അറിയാം. ഇപ്പോൾ വളരെ ഒരു ഫൈറ്റിംഗ് മൂഡിലും വളരെ ഒരു ഹാപ്പി മൂഡിലും ദിവസങ്ങൾ പോന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരും. വീഡിയോൻ്റെ ഇടയിൽ ഒരു കാര്യം കാണിച്ചു തരാം. ചില ആളവസ്ഥ അങ്ങനെ ആയിരിക്കും ആവും. അപ്പം നിങ്ങളെ കൂടത്തെ, അതായത് രാത്രി കൂടെ കിടക്കുക, രാവിലെ വേറെ പണിയെടുക്കുക, അങ്ങനത്തെ ആൾ കൂടെയാണ് ഇപ്പോഴത്തെ ലൈഫ്. അപ്പോൾ കൂടെ കിടന്നിട്ട് രാവിലെ വേറെ പണിയെടുത്താൽ നമുക്കത് അംഗീകരിക്കാനാവില്ലല്ലോ. അങ്ങനത്തെ ടീമിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇനിയിപ്പോൾ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ നല്ലൊരു യാത്രയാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു തയ്യാറെടുപ്പിലുള്ള, അതായത് എല്ലാ കാര്യങ്ങളും പറയും, അതിൻ്റെ കൂടെ ഒരു ഭയങ്കര പീസ് ഓഫ് മൈൻഡിലുള്ളൊരു ജേണി. ലോങ് ടൈമില്ല, വീട്ടിൽ അമ്മയല്ലേ ഉള്ളൂ, രാവിലെ മുതൽ വൈകുന്നേരമോ നമ്മളെ നിയറസ്റ്റ് പ്ലേസോ അല്ലാതെയോ, അത് ചിലപ്പോൾ അമ്മേനെയും കൂട്ടുമായിരിക്കും, അമ്മ വരില്ല, ഒറ്റക്കായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിൽ പ്രയാസമുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ പ്രയാസമില്ല, ഒരു കമ്പാനിയൻഷിപ്പ്, അതായത് നമുക്ക് സംസാരിക്കാനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് പറയാനും എൻജോയ് വിത്ത് ലൈഫ്, അതിനൊക്കെ ഒരാളെ വേണം. അങ്ങനെ ഇനി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോഴൊക്കെ ഒരു നമ്പൂരിശങ്കലായിരുന്നു. അപ്പം അങ്ങനെ ഒരാളെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. തമാശയല്ലേ ഇത്, തമാശയല്ല, അന്ന് പറഞ്ഞതും തമാശയല്ല. ഒന്നൊരു ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിലായിരുന്നു, ഇന്നല്ല. അപ്പം ഫ്രീ ആണ്, എന്തായാലും ഇപ്പോഴും പോവാന്ന്, അതിൻ്റെ ഭാഗമായിട്ട് പോവാന്ന്, ഇനിയും കണ്ടിന്യൂ ചെയ്യും. അപ്പം നിർബന്ധമായിട്ടും എനിക്ക് കമൻ്റ് ഇടണം. അത് രാത്രി കിടന്നിട്ട് രാവിലെ ഭാര വെക്കുന്ന ആളാവരുത്. രാത്രി കിടന്നാൽ പകലും കൂടെ നിൽക്കണം, ഇല്ലെങ്കിൽ അതിങ്ങനെ ഉണ്ടാവും. അപ്പം ഭാരവെപ്പും അലിഗേഷൻസും തെമ്മാടിത്തരും കളിക്കുന്നവർക്ക് ആ ഗതിയായിരിക്കും. ഞാൻ എൻ്റെ കൂടെ വിളിക്കുന്ന ആൾ ഇങ്ങനെയുള്ള ആളാവാൻ പാടില്ല, ഇങ്ങനെയുള്ള ആളാവണം, ഇങ്ങനെയുള്ള ആളാവണം, ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ആളാവണം. വെൽക്കം. ഒക്കെ യാത്ര തുടരാം. അപ്പം എന്തായാലും എന്നെ കോണ്ടാക്ട് ചെയ്യണം, മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ തിരിച്ച് വിളിക്കും. നിങ്ങൾ നമ്പർ ഇട്ടാലും മതി. യാത്ര ചെയ്യാം, കൂടെ കിടക്കുമ്പോൾ പാര വെക്കാതിരിക്കുക, അങ്ങനെയുള്ള നല്ലൊരു യാത്ര നമുക്ക് പോവാം. അത് അവസാനിക്കാത്ത ഇങ്ങനൊരു യാത്രയായിരിക്കും. എൻജോയ്, ആരെ പേടിക്കാൻ, ലൈഫല്ലേ, എൻജോയ് ചെയ്യണം. ഒരു ചട്ടക്കൂട്ടിലും മറ്റൊരാളെ ഭീകരതയും ഗുണ്ടായുസും അന്ധതയും അടിച്ചേൽപ്പിക്കുന്നതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല, ഞാൻ സഹിക്കൂല. അതായത് മറ്റവനായാലും സഹിക്കൂല. ഇവരെല്ലാം മുഖംമൂടി പുറത്തു കൊണ്ടുവരും, ഇവരെല്ലാം പുറത്തു കൊണ്ടുവരും. അപ്പം യാത്ര തുടരണം, ഫൈറ്റിംഗ് ഉണ്ട്, കൂടെ വേണം. ഇതിൽ തിരക്കഥ, സംഭാഷണം, സ്റ്റണ്ട് മാസ്റ്റർ, മുന്നിൽ നിന്നും പുറകിൽ നിന്നും സെൻറ്ററിൽ നിന്നും കൊള്ളടിക്കുന്നത് ഒക്കെ ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ.
അപ്പം ഒരു ആളെ വേണം, മറ്റേ ഡയലോഗ് പോലെ കൂടെ ഒരാളെ വേണം. എന്തിന്? ഓക്കെ. യാത്രേൻ്റെ വീഡിയോ ഒക്കെ ഇടാം. പുറത്തേക്ക് പോവാന്ന് പറ്റുമെങ്കിൽ വീഡിയോ എടുത്തിടാം. ഡ്രസ്സൊരു പ്രശ്നം, പുറത്തേക്ക് പോകുമ്പോൾ ഇതേ ടോപ്പ് ഇട്ടിട്ട് ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ അറിയില്ല, പറ്റുമെങ്കിൽ ഒന്നെടുത്ത് കയ്യിൽ വെക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. വെൽക്കം. എനിക്ക് പറ്റിയ ഒരാളെ ഞാനിങ്ങ് കൂട്ടും.